അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഗംഗയെ തട്ടിക്കൊണ്ട് ഗുണ്ടകൾ പോവുകയാണ്. അവരൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നേരായ വഴിയിൽ കൂടെ പോവരുത്. നേരായ വഴിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പം ഗംഗയുടെ വീട്ടുകാർ അന്വേഷിച്ചു വരും, അവരാരെങ്കിലും ഏർപ്പാടാക്കും. അതുകൊണ്ട് കുറച്ച് വളഞ്ഞ വഴിയിൽ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് യമുനയും കാവേരിയും കൂടെ ഗംഗ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊരു ടെൻഷനായിരുന്നു അവരുടെ ഉള്ളിൽ നിന്ന് അറിയണ്ടായിരുന്നേ. എങ്ങനെ ഗംഗേച്ചിയെ കണ്ടെത്തും, എവിടെ പോയി തിരക്കും? കാരണം പോകുന്ന വഴികളിലൊന്നും അവരെ കണ്ടില്ല. പക്ഷെ ഇവര് വേറെ റൂട്ടാണ് പോയെന്നുള്ള കാര്യം അവർക്കും അറിയണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും യമുന പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും കാവേരിച്ചെന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം, ഗംഗേച്ചിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, വിനീതേണ്ണ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. വിനീതേണ്ണ, അതെ, വിനീതേണ്ണ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പം വിനീതേണ്ണ വന്ന ഗംഗേച്ചിയെ രക്ഷിക്കാൻ പറ്റിയാലോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ കാവേരി വിനീതിനെ വിളിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് ശാരദ വിനീതിന്റെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം കോളത് സുജാതയാണ്. പക്ഷെ ഇത്തവണ എന്താണെങ്കിലും വിനീത് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. കോൾ എടുത്തിട്ട് വിനീത് ചോദിച്ചു, എന്താ കാവേരി, എന്താ ഈ സമയത്തെന്ന് ചോദിച്ചു. വിനീതേട്ട, ഒരു പ്രശ്നമുണ്ട്. അല്ല, കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല. അത് ഗംഗേച്ചിയെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞു. ഗുണ്ടകളോ? നീ എന്താ പറയണം ചോദിച്ചോണ്ട് വിനീത് ചാടി എഴുന്നേക്കുവാണ്. അപ്പോഴാണ് കാവേരിയെ കാര്യങ്ങൾ പറയുന്നത്. റിസോർട്ടിലെ ഹോം സ്റ്റേയില് താമസിക്കാൻ വന്നവരാണത്. അവരാണ് ഈ പരിപാടി ചെയ്തതെന്നുള്ള കാര്യം. പക്ഷെ ഗംഗേച്ചി എവിടെയാ എന്താന്നും അറിയത്തില്ല. ഗംഗേച്ചി ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട മതി പിന്നെ വിനീത് ഒന്നും നോക്കിയില്ല. വിനീത് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവൾ എവിടെ ഉണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടെത്തും, അവൾക്കൊരു പോറല് പോലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. വിനീത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ കേട്ട കാര്യങ്ങള്. താൻ മനസ്സ് സൂക്ഷിക്കുന്ന പെൺകുട്ടിയാണ്. ഇത്രയും കാലമായിട്ടും അവൾക്കൊരു പോറൽ വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് സഹിക്കില്ല. അപ്പോഴാണ് കുറച്ച് ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയുമ്പോൾ എങ്ങനെ വിനീത് സഹിക്കാൻ പറ്റും? വിനീത് അപ്പം തന്നെ ഇറങ്ങി പോവാണ്. സുജാത അങ്ങോട്ടേക്ക് ഓടി വന്നു. നീ എങ്ങോട്ടാടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചെങ്കിലും വിനീതനും മറുപടി ഒന്നും പറഞ്ഞില്ല. മിക്കവാറും അവൾമാര് വിളിച്ചു കാണും ആ ശാരദയോ മക്കൾ ആരെങ്കിലും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ബാലിന് തീ പിടിച്ച പോലെ പോകുന്നത്. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല എന്നൊക്കെ സുജാത പെറുപിറുത്തു. ഈ സമയത്ത് വിനീതിന് എവിടെ പോയി അന്വേഷിക്കണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അവര് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവര് ഈ പറയുന്ന അവന്മാര് വരുന്ന വഴിയിലൊക്കെ നോക്കിയാണ് വിനീത് പോകുന്നത്. പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. രാജേശ്വരിയുടെ കൊട്ടേഷൻ ആയിരുന്നത്. രാജേശ്വരിയാണ് പറഞ്ഞ് ഹോം സ്റ്റേ വന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷെ ഇതൊന്നും കാവേരിക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ കാരണക്കാരി രാജേശ്വരിയാന്ന്. അപ്പൊ രാജേശ്വരി ഹോം സ്റ്റേയിലെ ആൾക്കാരെ തട്ടിയെടുത്തതും പറഞ്ഞുകൊണ്ട് ഒരു പണി കൊടുക്കാനായിട്ടാണ് അവന്മാരവിടേക്ക് വന്നത് പോലും. ഇതേ സമയത്ത് ഗംഗയും കൊണ്ട് പോയ ഗുണ്ടകൾ ഒരുത്തം പറഞ്ഞു, ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മിക്കവാറും ബോധം വീഴും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിക്കണം. ഇനി എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇവളെ അങ്ങ് തീർത്ത് കളഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും നമ്മുടെ പേരൊന്നും ഒരിടത്തും വരാനും പോകുന്നില്ല എന്നൊക്കെ അവന്മാര് പറഞ്ഞു. അവന്മാര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരുത്തിയെങ്കിലും കിട്ടിയില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. അവന്മാർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. രാജേഷിന് പണവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്മാര് ജീപ്പായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് വിനീതിനെ കാണുന്നത്. വിനീതും കൂടെ വരുവാണ്. വിനീത് നോക്കി കഴിഞ്ഞപ്പത്തിന് 3-4 അവന്മാരുണ്ട്. വിനീതിന് അപ്പം തന്നെ മനസ്സിലായി ഇത് യമുനയൊക്കെ പറഞ്ഞ് ജീപ്പ് തന്നെ ആയിരിക്കും. അപ്പൊ കാവേരി ജീപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഗുണ്ടകൾ ഒരുത്തൻ പറഞ്ഞു, ഇതേ ഒരുത്തൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമുക്കിട്ടുള്ള പണിയായിട്ട് വരുന്നതാണോ? അതറിയില്ല എന്ന് പറഞ്ഞു. വിനീത് നോക്കി. വിനീതിന് മനസ്സിലായി ഇത് അവന്മാര് തന്നെയാണ്. പിന്നെ വിനീത് ഒട്ടും മടിച്ചില്ല. വിനീത് അങ്ങോട്ട് വരുമ്പത്തിന് ഉമ്മാരെ പതുക്കെ ജീപ്പ് സ്ലോ ആക്കണം. വിനീത് അതിന് മുന്നിലേക്ക് കയറിയുന്നു. അവന്മാര് ചാടി ഇറങ്ങി തൊട്ടെന്ന് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. വിനീത് മറുപടിയല്ല പറഞ്ഞത്, ഒറ്റ അടിയായിരുന്നു അവനിട്ട്. പിന്നീട് വിനീതിന്റെ താണ്ഡവാടുന്ന അവിടെ നടന്നേ. ആ സമയത്ത് ഗംഗയ്ക്ക് ബോധമില്ലാതെ ഗംഗ ഇരിക്കുവാണല്ലോ. ഇടയ്ക്ക് വിനീത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ അതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. വിനീതിന് മനസ്സിലായി ഗംഗ ബോധം കെട്ടി ഇതിരിക്കുന്ന കണ്ടപ്പോൾ ഇവന്മാരെന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് വിനീതിന് ഭ്രാന്തായിരുന്നു. വിനീത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അവിടെ നിന്ന് വിനീതിനൊരു തടി കഷ്ണം കിട്ടുവാണ്. ഒരു ചെറിയൊരു തടി കഷ്ണം കിട്ടി. അത് വെച്ച് അവന്മാരെയൊക്കെ തല്ലി ഒരു പരുവാക്കുന്നുണ്ട്. പരുവാക്കുന്നുണ്ട്. നീയൊക്കെ എൻ്റെ പെണ്ണിനെ തൊടാറായി അല്ലേടാന്ന് ചോദിച്ചോണ്ട് ഒരുത്തനെ അത് വെച്ച് അടിച്ച് ഒരു പരുവാക്കാൻ നോക്കണം. പിന്നീട് അവിടെ കിടന്നിരുന്ന് വലിയൊരു കല്ലെടുത്തു. ഒരുത്തർ തല തല്ലി പൊളിക്കാനായിട്ട് ആ കല്ലിങ്ങനെ ഓങ്ങി വരുമ്പോഴത്തേനും വിനീതേട്ടാന്നൊരു ഒറ്റ വിളിയായിരുന്നു.
വിനീത് തിരിഞ്ഞു വയ്ക്കുമ്പോൾ ഗംഗ അവിടെ നിന്ന് വിളിച്ചാണ്. പെട്ടെന്ന് വിനീതിന് മനസ്സിലായി ഗംഗയ്ക്കും ബോധം വന്നുള്ള കാര്യം. പെട്ടെന്ന് വിനീത് എന്ത് അവനെ ഇട്ടിട്ട് ഓടി ഗംഗയുടെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ആ അമ്മമാരാണെങ്കിൽ തല്ലുകൊണ്ടൊരു പരുവായിട്ടുണ്ടായിരുന്നു. ഗംഗയുടെ കൈ പിടിച്ചിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിച്ചു. എന്നാലും ഗംഗയ്ക്ക് ആ ഒരു സടേഷം മാറിയിട്ടുണ്ടായിരുന്നില്ല. വിനീത് പിന്നെ ഒന്നും നോക്കില്ല. ഗംഗയെ കോരിയെടുത്ത് നടക്കണം. ഗംഗ ആകെപ്പാടെ തളർന്ന മട്ടിലായിരുന്നു. ശരിക്കും നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന്റെ കൈയും കാലും ഒക്കെ കുഴയാനായിട്ട് തുടങ്ങി. വിനീത് അവിടെ ഇരിക്കുക. കാരണം വിനീതിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മുറിവും കാര്യങ്ങളൊക്കെ വിനീതിനും ഉണ്ടായിരുന്നു. അമ്മമാരുമായിട്ട് അടിയുണ്ടാകുന്ന സമയത്ത്. ഈ സമയത്താണ് ഗംഗ വിനീതിനെ ശ്രദ്ധിക്കുന്നത്. വിനീതിന് നെറ്റിയിലും ഒക്കെ മുറിവ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗയ്ക്ക് സഹിച്ചില്ല. ആ സമയത്ത് കാവേരിയും യമുനയും കൂടെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴത്തേനുമാണ് അവിടെ ഒരു വഴിയുടെ സൈഡിൽ വിനീതും ഗംഗയും കൂടി ഇരിക്കുന്നത് കണ്ടത്. ഗംഗ വിനീതിന്റെ നെറ്റിയിലെ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ചുരിദാറിന്റെ ഒരു സൈഡ് വെച്ചിങ്ങനെ പതുക്കെ തുടച്ചു കൊടുക്കുകയാണ്. വിനീത് ഇങ്ങനെ ഗംഗയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. ഗംഗയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി യമുനയോട് പറഞ്ഞു, കണ്ടില്ലേ വിനീതേട്ടൻ ഗംഗേച്ചി രക്ഷിച്ചെന്ന് പറഞ്ഞു. യമുന പറഞ്ഞു, ശരിയാ, നമ്മൾ ഇച്ചിരി ടെൻഷൻ അടിച്ചാലും ഇപ്പോൾ ഒരു നല്ല കാര്യമല്ല നടക്കുന്നത്, കണ്ടില്ലേ എന്ന് ചോദിച്ചു. അവർക്ക് സന്തോഷമുള്ള കാഴ്ച തന്നെയായിരുന്നു അത്. കാരണം വിനീതും ഗംഗ ഒന്നിക്കണം എന്ന് അവർ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ആ ബോണ്ടിങ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമാവുകയും ചെയ്തു. പിന്നീട് യമുനയും കാവേരിയും കൂടെ അവരുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗംഗ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. വെള്ളമായിട്ട് മുറിയിലേക്ക് ചെന്നു അമ്മ തന്നെ ക്ലോറോഫോം മയക്കി കിടത്തിയതൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനീത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓമരെ തീർത്ത് വിടേണ്ടതായിരുന്നു. ഇനി ഒരു കാരണവശാലും എൻ്റെ പെണ്ണ് ദേഹത്ത് ഓമര് കൈവെക്കല്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കാവേരി ഇങ്ങനെ വിനീതിനെ നോക്കി. പെട്ടെന്നാണ് വിനീതിന് അബദ്ധം മനസ്സിലാകുന്നത്. അറിയാതെ വായിന്ന് വന്നു പോയതാണ്. ഗംഗ പറഞ്ഞു, വിനീതേണ്ണന് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. സാരമൊന്നുമില്ല കാവേരി പറഞ്ഞു. പിന്നെ ഇത്ര വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത്, ഇടി ഉണ്ടാകുന്ന സമയത്ത് വേദന ഇല്ലാതിരിക്കുമോ ഗംഗേച്ചി? അതെന്ത് ചോദ്യം ചോദിക്കണമെന്ന് ചോദിച്ചു. വാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ആ സമയം വിനീത് പറഞ്ഞു, അതെ ഞാൻ ഗംഗയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ശാരദയൊക്കെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ലോ, എന്ത് സംഭവിക്കുമെന്നതിന് ചിന്തയൊക്കെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വിനീത് കാവേരി അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഓടി വന്ന് ശാരദ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എൻ്റെ മോളേന്നും പറഞ്ഞുകൊണ്ട്, നിനക്കൊരു കുഴപ്പമില്ല അല്ലേന്നൊക്കെ ചോദിച്ചു. വിനീത് പറഞ്ഞു, അമ്മായി പേടിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഗംഗയ്ക്ക് ഒരു പ്രശ്നമില്ല, അമ്മായി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കാവേരി പറഞ്ഞു, വിനീതേണ്ണ അമ്മമാരെ ശരിയാക്കി അമ്മമാരെ ഇടിച്ചിഞ്ച പരുവാക്കി ഗംഗേച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, മിണ്ടി പോരുത്, നീയാണ് എല്ലാത്തിനും കാരണം. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ വേണ്ടെന്ന്. പറഞ്ഞാൽ നിന്റെയൊക്കെ തലയിലേക്ക് കയറുവോ? ഇപ്പൊ അനൂപം വന്നപ്പോൾ അല്ല പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, വെറുതെ കാവേരിനെ ചീത്ത പറയേണ്ട കാര്യമില്ല. എന്തിനാ വെറുതെ? ഇവമാരൊക്കെ ഇത്രക്കാരാന്ന് അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഹോം സ്റ്റേ റൂം കൊടുക്കുന്നത്? അല്ലല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരദ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.